Good afternoon all. Everyone characterize. Interview meeting. Okay. Good afternoon. Several late last day. Late time again. Learning today. Good afternoon. Okay. From the study and I will ask the Vaishnav Kerala. Good afternoon. Vaishnav Kerala. Okay. The benefits of orientation are benefits of orientation discuss then problems of orientation benefits of orientation orientation പുതിയൊരു എംപ്ലോയിനെ പരിചയപ്പെടുത്തുന്ന കാര്യങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. സീനിയേഴ്സ് ഒക്കെ നല്ല രീതിയിൽ എക്സ്പീരിയൻസ് കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും അവിടെയുള്ള പുതിയ എംപ്ലോയീസിന് എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയത്. അപ്പൊ എന്തൊക്കെ പ്രധാനമായിട്ടുള്ള ബെനിഫിറ്റ്സുകൾ ഇത്തരം ഓറിയന്റേഷൻ പ്രോഗ്രാം സംഘടിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന കാര്യം നോക്കാം. ഓറിയന്റേഷൻ ഗീവ്സ് ദ ഫോളോയിങ് ബെനിഫിറ്റ്സ്. റെഡ്യൂസസ് ലേബർ ടേൺ ഓവർ. എന്താണ് പറയുന്നത്? റെഡ്യൂസസ് ലേബർ ടേൺ ഓവർ. എന്താണ് ലേബർ ടേൺ ഓവർ കുറച്ചുകൊണ്ട് വരുവാനായിട്ട് സാധിക്കും എന്ന് പറയാൻ കാരണം എന്താ? First stage of the employee period of service shows a high labor turnover. If the employee is allowed to develop a negative opinion towards the job during this time, then the employee can be induced to quit the organization. അല്ലെ, അവിടെ തീർച്ചയായിട്ടും നമുക്ക് പ്രധാനമായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു ഓർഗനൈസേഷനിൽ ചെല്ലുമ്പോ തന്നെ ചിലപ്പോ വേണമെങ്കിൽ പ്രത്യേകിച്ച് അല്ലെ അറിവൊന്നും പരിചയമൊന്നും കിട്ടിയില്ല എങ്കിൽ നമുക്കറിയാം അവിടെ എംപ്ലോയീസിന് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഫീലിങ്സ് ആയിരിക്കും ലഭ്യമാകുന്നത് അല്ലെ. അതായത് എന്തോ അല്ലെ നമുക്ക് നല്ല രീതിയിൽ സ്മൂത്ത് ആയിട്ട് സാറ്റിസ്ഫാക്ഷനോട് കൂടിയിട്ട് പോകാനായിട്ട് സാധിക്കില്ല എന്നൊരു മൈൻഡിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാ പറയുന്നത് അതുകൊണ്ട് തന്നെ ഹൈ ടേൺ ഓവർ അല്ലെ അവിടെ നിന്ന് വിട്ടുപോകാനായിട്ടുള്ള സാധ്യതകളുണ്ട്. Then if the employee is allowed to develop a negative opinion towards the job during this time, ഈ സമയത്ത് ഈ ഒരു ഓറിയന്റേഷൻ ടൈമിൽ എന്താണ് അവരെ പരിചയപ്പെടുത്തി കൊടുക്കുകയും നല്ല അറ്റ്മോസ്ഫിയറിനെ കുറിച്ചിട്ടൊക്കെ കൃത്യമായിട്ട് അവർക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാഹചര്യങ്ങൾ ലഭ്യമാവുകയും ചെയ്യുമ്പോഴെന്താണ് ഓക്കെ വലിയ കുഴപ്പമൊന്നുമില്ല, ഓർഗനൈസേഷൻ വിചാരിച്ച മാതിരിയൊന്നുമല്ല അല്ലെ, നമുക്ക് അത്യാവശ്യം വർക്ക് ചെയ്യാനായിട്ടുള്ള സാധ്യതകളുണ്ട്, അനുയോജ്യമായിട്ടുള്ള സഹപ്രവർത്തകരുണ്ട് എന്നുള്ള ഒരു മൈൻഡിലേക്കൊക്കെ എത്തിപ്പെടാനായിട്ടുള്ള സാധ്യതയുണ്ട്.
Then labor turnover can be restricted to the least by using an effective induction program during the early stage of a new employee's career. Okay, നമുക്കറിയാം നല്ല രീതിയിൽ ഇൻഡക്ഷൻ പ്രോഗ്രാം അല്ലെ, ഓറിയന്റേഷൻ പ്രോഗ്രാം നല്ല രീതിയിൽ ആസൂത്രണം ചെയ്തിട്ട് എംപ്ലോയിക്ക് ലഭ്യമാക്കിയാലാണ് അവർക്ക് പ്രോപ്പർ ആയിട്ട് അല്ലെ അത്യാവശ്യം കാര്യങ്ങളെ കുറിച്ചിട്ട് ഐഡിയാസ് ഒക്കെ കിട്ടുള്ളൂ. അങ്ങനെ വരുമ്പോഴാണ് എംപ്ലോയീസിന് ആ ഒരു ജോലി സ്ഥാപനത്തിനോട് അല്ലെ അവിടെ പോയി ജോലി ചെയ്യുന്നതിന് ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുകയും അവിടെ നിന്ന് മറ്റൊരു സ്ഥാപനം അന്വേഷിച്ച് പോവാതിരിക്കാനായിട്ടുള്ള ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്തത്. സോ മനസ്സിലാക്കുക, റെഡ്യൂസ് ലേബർ ടേൺ ഓവർ, അതായത് വീണ്ടും മറ്റൊരിടത്തേക്ക് പോകാനായിട്ട് അവർക്ക് സാധ്യത ഉണ്ടാവില്ല പുതിയ എംപ്ലോയീസിന്. കാരണം എന്തുകൊണ്ടാ, ആ ഇൻഡക്ഷൻ പ്രോഗ്രാമിൽ അത്യാവശ്യം അവർക്ക് നോളജ് ഒക്കെ പകർന്നു നൽകുന്നു. ആ ഒരു ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് എല്ലാം അവർക്ക് നേടിയെടുക്കാൻ ആ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ തന്നെ നേടിയെടുക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാകും. ഓക്കെ അല്ലേ അല്ലേ? ഓക്കെ, നല്ല ഒരു രീതിയിലാണ് അവർ ഇൻഡക്ഷൻ പ്രോഗ്രാം സംഘടിപ്പിക്കണമെങ്കിലാണ് അവർക്ക് അവിടെ നിന്ന് വിട്ടുപോവാതിരിക്കാൻ തോന്നുള്ളൂ. ചില സമയത്ത് നമുക്കറിയാം ഇതിന്റെ ഒരു ഡ്രോബാക്സിലും ഇത് തന്നെ പറയുന്നുണ്ട് അല്ലെ, അതായത് ഒരുപാട് ഫസ്റ്റ് ഡേ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇവരിൽ അടിച്ചേൽപ്പിക്കുകയാണെങ്കിൽ അത് ചിലപ്പോൾ നെഗറ്റീവ് എഫക്റ്റും വരാൻ സാധ്യതയുണ്ട്. പക്ഷെ മോസ്റ്റ്ലി നല്ല പ്രിപ്പയർഡ് ആയിട്ടുള്ള ഒരു ഇൻഡക്ഷൻ പ്രോഗ്രാം ആണ് സംഘടിപ്പിക്കുന്നതെങ്കിൽ, എംപ്ലോയിക്ക് പകർന്നു കൊടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും എംപ്ലോയി സാറ്റിസ്ഫൈഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ എംപ്ലോയി ആ ഓർഗനൈസേഷനിലേക്ക് വരാനായിട്ട് ശ്രമിക്കുന്നതാണ്. സെക്കൻഡ് പോയിന്റ് നോക്കുകയാണെങ്കിൽ helps to create realistic employee expectations. That helps to create realistic employee expectations എന്ന് പറയുമ്പോൾ എംപ്ലോയിയുടെ എക്സ്പെക്ടേഷൻ അല്ലെ, അവിടെ പ്രതീക്ഷിക്കുന്ന കുറച്ച് കാര്യങ്ങൾ അത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് അല്ലെ, help to create realistic employee expectation എന്ന് പറയുമ്പോൾ അവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ കുഴപ്പമില്ല, നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ഫേമിൽ തന്നെയാണ് എത്തിപ്പെട്ടതെന്നുള്ള ഒരു അല്ലെ കോൺഫിഡൻസിൽ മുന്നേറാനായിട്ട് സാധിക്കുന്നു. The new employee during the induction program are taught about the expectations of the organization from them and what they induce in the increments in turn can expect from the organization. Okay, അതായത് ഒരു ഓർഗനൈസേഷൻ നമ്മളിപ്പോ ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു അല്ലെ ഒരു ധാരണ ഉണ്ടാവും. ഓക്കെ, പ്രതീക്ഷിക്കുന്ന മാത്രമേ നമുക്ക് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും, ഇന്ന രീതിയിൽ സാറ്റിസ്ഫാക്ഷൻ ആയിട്ടുള്ള അന്തരീക്ഷങ്ങൾ ഉണ്ടാവാം, അങ്ങനെ കുറെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവാം ഏതൊരു എംപ്ലോയും. സോ ഇങ്ങനെ ഒരു ഇൻഡക്ഷൻ പ്രോഗ്രാം സംഘടിപ്പിക്കുമ്പോൾ മനസ്സിലാവും ആ എക്സ്പെക്ട് ചെയ്ത അല്ലെ അവർ ഉദ്ദേശിച്ച രീതി തന്നെ അവർക്ക് നേടിയെടുക്കാൻ സാധിച്ചു എന്നുള്ളത് ഒരു പര്യാപ്തയിലേക്ക് എത്തിപ്പെടാൻ സാധ്യതയുണ്ട്. എക്സ്പെക്ടേഷൻസ് ക്യാൻ ബി ബ്രോട്ട് ഡൗൺ ടു റിയാലിറ്റി വിത്ത് ദ ഹെൽപ്പ് ഓഫ് ആൻ ഇൻഡക്ഷൻ പ്രോഗ്രാം. ഈ എക്സ്പെക്ടേഷൻസ് ഒക്കെ റിയാലിറ്റിയിലേക്ക് അല്ലെ യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവരുന്നത് ആരായിരിക്കും? ഈ ഇൻഡക്ഷൻ പ്രോഗ്രാംസ് ഒക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്ന പേഴ്സൺസ് ആയിരിക്കും അല്ലെ. അവര് നല്ല രീതിയിൽ ഇവർക്ക് കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഓക്കെ എംപ്ലോയീസ് ആഗ്രഹിച്ച വിധത്തിൽ ഓക്കെ വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലാതെ ഭയങ്കര സാറ്റിസ്ഫാക്ഷനോട് കൂടിയിട്ട് പോകാൻ പറ്റും എന്ന് അവർ എക്സ്പെക്ട് ചെയ്തത് എന്താണോ ആ പ്രതീക്ഷിച്ച ലെവലിലേക്ക് തന്നെ മുന്നേറാനായിട്ട് സാധിക്കും. സോ നല്ല വെല്ലായിട്ടുള്ള ഒരു ഇൻഡക്ഷൻ പ്രോഗ്രാം ആണെങ്കിൽ എക്സ്പെക്ട് ചെയ്ത് അല്ലെ പ്രതീക്ഷിച്ചുകൊണ്ട് എന്ത് പ്രതീക്ഷിച്ചുകൊണ്ടാണോ ആ പുതിയൊരു എംപ്ലോയി ആ ഓർഗനൈസേഷനിലേക്ക് പോയിരിക്കുന്നത് അത് നേടിയെടുക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നോട്ട് ചെയ്യുക, എക്സ്പെക്ടേഷൻസ് ക്യാൻ ബി ബ്രോട്ട് ഡൗൺ ടു റിയാലിറ്റി വിത്ത് ദ ഹെൽപ്പ് ഓഫ് ആൻ ഇൻഡക്ഷൻ പ്രോഗ്രാം. എന്തിൽ നിന്നാണ് ഈ എക്സ്പെക്ടേഷൻസ് നേടിയെടുക്കാൻ സാധിക്കുന്നത്? ഈ നല്ലൊരു ഇൻഡക്ഷൻ പ്രോഗ്രാമിൽ നിന്ന് നേടിയെടുക്കാനായിട്ട് സാധിക്കും, റിയാലിറ്റി യാഥാർത്ഥ്യത്തിൽ നേടിയെടുക്കാൻ സാധിക്കും. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ക്രിയേറ്റ്സ് ജോബ് സാറ്റിസ്ഫാക്ഷൻ ആൻഡ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ് ദ എംപ്ലോയർ. നോക്കാം, പോസിറ്റീവ് ഫീലിംഗ് ടുവേർഡ് ദ എംപ്ലോയർ ക്യാൻ ബി ഡെവലപ്ഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ആൻ ഇൻഡക്ഷൻ പ്രോഗ്രാം ആസ് വെൽ ആസ് ജോബ് സാറ്റിസ്ഫാക്ഷൻ ഈസ് എൻഷുർഡ്. ഓക്കെ, നമുക്കറിയാം ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡുകൾ, അതായത് നമുക്ക് എപ്പോഴും ഒരു പോസിറ്റീവ് ഫീലിങ്സ് ഉണ്ടായെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഹാപ്പി ആയിരിക്കും അല്ലെ. അപ്പൊ അവിടെ പ്രധാനമായിട്ടും പറയുന്ന പോസിറ്റീവ് ഫീലിങ്സ് ടുവേർഡ്സ് ദ എംപ്ലോയർ ക്യാൻ ബി ഡെവലപ്ഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ആൻ അല്ലെ. അവിടെ തൊഴിലുടമകളും ഒക്കെ വലിയ കുഴപ്പമില്ലാത്ത സഹപ്രവർത്തകരാണ്, തൊഴിലുടമകളാണ് എന്നൊക്കെ ആ ഒരു പോസിറ്റീവ് ഫീല് കിട്ടുന്നത് എങ്ങനെയാണ്? ആ ഇൻഡക്ഷൻ പ്രോഗ്രാമിലാണ് അല്ലെ. ട്രെയിനിങ് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ആ ടൈമിൽ തന്നെ അല്ലെ ഒരു ഓർഗനൈസേഷനിൽ പ്രവേശിച്ച് അവിടെ ഇൻഡക്ഷൻ പ്രോഗ്രാം സംഘടിപ്പിക്കുന്ന ആ ടൈമിൽ തന്നെ അവര് പേഴ്സൺസ് ഒക്കെ അല്ലെ അവിടെ എംപ്ലോയീസ് ഒക്കെ ഹാപ്പി ആയിരിക്കും.
ഓക്കെ, എംപ്ലോയറിനെ കുറിച്ചിട്ടൊക്കെ വ്യക്തമായിട്ടുള്ള ഒരു ധാരണയൊക്കെ അവർക്ക് ലഭ്യമാകും. സാധ്യതയില്ലേ? സ്റ്റാർട്ടിങ് തന്നെ അതായത് ഇൻഡക്ഷൻ പ്രോഗ്രാം ഒക്കെ ചെയ്യുമ്പോൾ അല്ലെ അതിനനുസരിച്ചിട്ടുള്ള ഒരു സാധ്യതകളുണ്ട്. Then induction makes sure that there is an interpersonal communication with the new employee regarding the company policies and other employment practices. Okay, ഇവിടെ പ്രധാനമായിട്ടും പറയാണ് ഇൻഡക്ഷൻ മേക്സ് ഷുവർ ദാറ്റ് ദർ ഇസ് ആൻ ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ വിത്ത് ന്യൂ എംപ്ലോയി അല്ലെ. അവിടെ എല്ലാവരായിട്ടും നമുക്ക് ആശയവിനിമയം നടത്താനുള്ള ഒരു സ്വാതന്ത്ര്യം ആ ഒരു ഇൻഡക്ഷൻ പ്രോഗ്രാം സംഘടിപ്പിക്കുമ്പോൾ അത് അനുസരിച്ചിട്ടായിരിക്കും അറേഞ്ച് ചെയ്യുന്നത്. സോ കമ്പനിയുടെ പോളിസികളും കാര്യങ്ങളൊക്കെ അവർക്ക് അംഗീകരിച്ച് പോകാനും മറ്റുള്ളവരൊക്കെ ആയിട്ട് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ഈ ഒരു ഇൻഡക്ഷൻ പ്രോഗ്രാം കൊണ്ട് സാധിക്കും എന്നുള്ളതാണ്. സോ തേർഡ് എന്താണ് പറയുന്നത്, ക്രിയേറ്റ്സ് ജോബ് സാറ്റിസ്ഫാക്ഷൻ ആൻഡ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ദ എംപ്ലോയർ. ജോബിനെ കുറിച്ചിട്ട് അല്ലെ, ജോലി ഉള്ള ജോലി അല്ലെ, ആ ജോലി എന്ന് പറയുന്നത് നല്ല കുഴപ്പമില്ലാത്ത നിയമങ്ങളാണ്, ഭയങ്കര കർക്കശമായ നിയമങ്ങളല്ല എന്നെ കൊണ്ടൊരു ധാരണയിലേക്ക് അല്ലെ മനസ്സിനെ ഒന്ന് എത്തിക്കാനായിട്ടും അതോടൊപ്പം തന്നെ തൊഴിലുടമകളെ കുറിച്ചിട്ടൊക്കെ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഒക്കെ ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നത് ഇൻഡക്ഷൻ പ്രോഗ്രാമിലൂടെയാണ്. Then fourth point, last one പറയുന്നത് assist the new employee to contribute to organization success more quickly. Okay, another benefit of the induction program for the new employees is that the organizational objectives and the annual target are made known to them along with many other things. നമ്മൾ നോക്കുകയാണെങ്കിൽ ഓർഗനൈസേഷൻ പ്രോഗ്രാം അല്ലെ, ഇവിടെ തീർച്ചയായിട്ടും ന്യൂ എംപ്ലോയീസ് പുതിയ അനദർ ബെനിഫിറ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു ഇൻഡക്ഷൻ പ്രോഗ്രാം സംഘടിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് ഓർഗനൈസേഷൻ അതിന്റെ ലക്ഷ്യം എന്താണെന്നുള്ളത് കൃത്യമായിട്ട് തന്നെ അല്ലെ അവിടെ എന്താണോ ലക്ഷ്യത്തിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടാണ് ഇൻഡക്ഷൻ പ്രോഗ്രാമുകളൊക്കെ സംഘടിപ്പിക്കുന്നത്. സോ എന്താണ് ഇവിടെ പറയുന്നത്, ആനുവൽ ടാർഗറ്റ് ആർ മെയ്ഡ് നോൺ ടു ദം അലോങ് വിത്ത് മെനി അതർ തിങ്സ് അല്ലെ. അവിടെ മെയിൻ ആയിട്ട് എല്ലാത്തിനെയും കുറിച്ചിട്ട് ഒരു മൊത്തത്തില് ഒരു ഇയർലി ആയിട്ടുള്ള ഒരു ലക്ഷ്യം എന്താന്നുള്ളത് വരെ അവർക്ക് തിരിച്ചറിയാനായിട്ട് അവർക്ക് സാധിക്കുന്നു. ദിസ് മീൻ ട്രാൻസ്ഫോംസ് ദ പ്രൈവറ്റ് ഗോൾസ് ഓഫ് സം എംപ്ലോയീസ് ഇൻടു ഓർഗനൈസേഷൻ ഗോൾസ്. അതായത് ഓരോ പേഴ്സൺസിന്റെയും അല്ലെ പ്രൈവറ്റ് ആയിട്ടുള്ള ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ അവർ ഉദ്ദേശിക്കുന്ന ആ ഒരു ഗോളുകൾ എന്താണോ അതെല്ലാം ഓർഗനൈസേഷന്റെ ഗോളിലേക്ക് കൂടെ അറ്റാച്ച് ചെയ്ത് നേടിയെടുക്കുകയാണ്. അതായത് നമുക്കറിയാം മൊത്തത്തില് ഓരോ ഡിപ്പാർട്ട്മെന്റിലെയും ഓരോ വ്യക്തികൾ ഓരോ എംപ്ലോയിനെയും കുറിച്ചിട്ട് നോക്കുകയാണെങ്കിൽ അവരുടെ എല്ലാവരുടെയും കോൺട്രിബ്യൂഷൻ എന്തിലേക്കായിരിക്കും ഓർഗനൈസേഷന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഗോള് അച്ചീവ് ചെയ്യാനായിരിക്കും. സോ എന്താണ് എംപ്ലോയിയുടെ അല്ലെ പുതിയ എംപ്ലോയി ആണെങ്കിലും അവരുടെ സംഭാവനകൾ എത്രത്തോളം അല്ലെ അത് പെട്ടെന്ന് തന്നെ ഓർഗനൈസേഷന് ഗുണം ചെയ്യാനായിട്ട് അല്ലെ വരുത്തി തീർക്കാനായിട്ടും ഇതുകൊണ്ട് സാധിക്കും എന്നുള്ളതാണ് നമുക്കറിയാം. ഓറിയന്റേഷൻ ടൈമിൽ തന്നെ പുതിയ എംപ്ലോയിനെ കുറിച്ചിട്ടൊക്കെ ഒരു കൃത്യമായിട്ടുള്ള ധാരണ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നു. സോ അതനുസരിച്ചിട്ട് തന്നെ മുന്നേറാനായിട്ട് അവര് പരിശ്രമിക്കും. Some employee attempt an awful practice of achieving personal objectives in working premises. ഓക്കെ, ചിലപ്പോഴൊക്കെ ചില എംപ്ലോയീസ് ഒക്കെ നമുക്കറിയാം ഏതൊരു അല്ലെ നമ്മളാണെങ്കിലും അത് പുതിയൊരു സ്ഥലമൊക്കെ ആണെങ്കിലും ഒരു പേടി അല്ലെ, അതായത് അവിടെ എന്താകും എന്നുള്ളൊരു കോൺഫിഡൻസിന്റെ കുറവ് അത് തീർച്ചയായിട്ടും ഇൻഡക്ഷൻ പ്രോഗ്രാം നടത്തുമ്പോൾ അത് മാറിപ്പോവുകയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഇവിടെ അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്, എന്താണ് ഫുൾ പ്രാക്ടീസ് ഓഫ് അച്ചീവിംഗ് പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ് ഇൻ വർക്കിംഗ് പ്രെമിസസ്. Unsuccessful induction program provide employee with the opportunity to exercise these full practice. ഇതിന് കാരണം എന്താ, ഇപ്പോ ഈ ഒരു പേടി ഉണ്ടാവാനായിട്ടുള്ള കാരണം ഉണ്ടാവുന്നത് വലിയ അറേഞ്ച്ഡ് ആയിട്ടുള്ള ഒരു ഇൻഡക്ഷൻ പ്രോഗ്രാം അവർക്ക് കൊടുത്തില്ല എങ്കിലും ആ ഒരു ഓറിയന്റേഷൻ ടൈം തുടങ്ങിയാണെങ്കിലും അവർക്കറിയാം ഈ ഒരു അല്ലെ സ്റ്റാർട്ടിങ് തന്നെ തന്നിരിക്കുന്ന ട്രെയിനിങ്ങിൽ നിന്നും അവർക്ക് പ്രത്യേകമായിട്ടൊരു അടുക്കും ചിത്രയും ഇല്ലാതെയാണ് അവർക്ക് കൊടുക്കണമെങ്കിൽ അപ്പൊ തുടങ്ങി എന്താണ് അവർക്ക് എങ്ങനെയാവോ പെർമനന്റ് ആവാം അല്ലെ ജോലി കണ്ടിന്യൂ ചെയ്യും തോറും എന്തായിരിക്കും എന്നുള്ളൊരു പേടിയായിരിക്കും അല്ലെ. അത് അൺസക്സസ്ഫുൾ ഇൻഡക്ഷൻ പ്രോഗ്രാം കൈകാര്യം ചെയ്തത്, അതായത് നല്ല വിജയപ്രദമല്ലാത്ത രീതിയിലാണ് ഈ ഒരു ഇൻഡക്ഷൻ പ്രോഗ്രാം സംഘടിപ്പിക്കണമെങ്കിലാണ് അങ്ങനെ ഒരു പേര് ഫീൽ ചെയ്യാനായിട്ടുള്ള സാധ്യത ഉണ്ടാകുന്നത്. Hence, organizations should change their way of deriving effective results from such persons ഇൻഡക്ഷൻ പ്രോഗ്രാംസ്. ഓക്കെ, നമുക്കറിയാം ഈ ഒരു പേടിയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു അല്ലെ അറേഞ്ച്ഡ് ആയിട്ടുള്ള ഒരു ഇത്തരത്തില് അല്ലെ നല്ല വെൽ അറേഞ്ച്ഡ് ആയിട്ടുള്ള രീതിയിൽ ഇൻഡക്ഷൻ പ്രോഗ്രാം സംഘടിപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം അവര് ഉള്ള എല്ലാ പേടികളും മാറ്റിയെടുക്കാനായിട്ടും ഇതുകൊണ്ട് സാധ്യമാണ് എന്നുള്ളതാണ്.
കാരണം നമുക്കറിയാം ഒരു ഉത്കണ്ഠയോട് കൂടിയിട്ടായിരിക്കും ഏതൊരു എംപ്ലോയിയും വരുന്നത് അല്ലെ. പുതിയ എംപ്ലോയി ആവുമ്പോൾ അവർക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു ഉത്കണ്ഠ ഉണ്ടാവും. മാക്സിമം അവർ കുറെ കാര്യങ്ങളൊക്കെ എക്സ്പെക്ട് ചെയ്തിട്ട് അല്ലെ പ്രതീക്ഷിച്ചിട്ടായിരിക്കും വരുന്നത്. സോ ആ പ്രതീക്ഷിക്കുന്ന രീതിയിലേക്ക് തന്നെ എത്തിപ്പെടാൻ പറ്റുമോ എന്നുള്ള ഒരു പേടി എപ്പോഴും അവരെ അലട്ടിക്കൊണ്ടിരിക്കും. പക്ഷെ നല്ല അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പേഴ്സൺസ് ഒക്കെ ആണെങ്കിൽ ഇവർക്ക് എന്താണ് അല്ലെ വീക്ക് ആയിട്ടുള്ള പ്രോബ്ലംസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കിയിട്ട് കറക്റ്റ് ചെയ്ത് കൊടുക്കാനൊക്കെ ആയിട്ടുള്ള സന്നദ്ധതയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു പേടി ഉത്കണ്ഠയൊക്കെ മാറ്റിയെടുക്കാനൊക്കെ ആയിട്ട് സാധിക്കും. So induction A, new employee will become aware of his or her social responsibility for the organization. ഓക്കെ, എന്താണ് സാമൂഹികമായിട്ടുള്ള എന്തെങ്കിലും ഉത്തരവാദിത്തങ്ങളൊക്കെ ഈ വ്യക്തിക്ക് ഉണ്ടായത് ആ ഒരു കാര്യങ്ങളെല്ലാം തന്നെ ഇൻഡക്ഷൻ പ്രോഗ്രാമിലൂടെ അവർക്ക് ലഭ്യമാക്കി കൊടുക്കാനൊക്കെ ആയിട്ട് സാധിക്കും. സോ നല്ല ഒരു പ്രവർത്തകരാണ് എങ്കിൽ ആ ഒരു ഉത്തരവാദിത്ത ബോധത്തോടു കൂടി തന്നെയായിരിക്കും വരുന്ന എംപ്ലോയീസിന് കൃത്യമായിട്ടുള്ള അവയർനെസ് ഒക്കെ ലഭ്യമാക്കി കൊടുക്കുന്നത്. Then this will turn into productive work environment for management as well as employee. ഓക്കെ, നമുക്കറിയാം നല്ല രീതിയിൽ അല്ലെ ഒരു പോസിറ്റീവ് എനർജി ഒക്കെ വരുന്ന ന്യൂ എംപ്ലോയീസിന് ലഭ്യമാക്കി കൊടുത്താൽ തീർച്ചയായിട്ടും അത് ഇരുകൂട്ടർക്കും ഗുണകരമാണ്. ആർക്കൊക്കെ ഗുണകരമായിരിക്കും? ആർക്കൊക്കെ ഗുണകരമായിരിക്കും? നല്ല ഒരു അല്ലെ സക്സസ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല കൃത്യമായിട്ടുള്ള ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാം പുതിയ എംപ്ലോയീസിന് ലഭ്യമാക്കി കൊടുത്താൽ ആർക്കൊക്കെ അത് ഗുണകരമായിരിക്കും? വരുന്ന എംപ്ലോയിക്ക് ഗുണകരമായിരിക്കും, അതോടൊപ്പം തന്നെ ഓർഗനൈസേഷനും ഗുണകരമായിരിക്കും അല്ലേ. മാനേജ്മെന്റിനും എംപ്ലോയിക്കൊക്കെ അത് ഒരുപോലെ ഗുണം ചെയ്യും ഇല്ലേ. കാരണം അവരുടെ വീക്ക്നെസ് എന്തൊക്കെയുണ്ടോ അവരുടെ പേടി എന്തൊക്കെയുണ്ടോ അതൊക്കെ കൈകാര്യം ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർ നന്നായിട്ട് മാക്സിമം ഫ്രീ ആയിട്ട് എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യും. അങ്ങനെ അവര് നല്ല സാറ്റിസ്ഫാക്ഷനോട് കൂടിയിട്ട് വർക്ക് ചെയ്യുമ്പോൾ മാക്സിമം റിസൾട്ട് അവരിൽ നിന്ന് കിട്ടുകയും ചെയ്യും. അതനുസരിച്ച് ഓർഗനൈസേഷന് ഡെവലപ്പ് ചെയ്യാനും സാധിക്കും. ഓക്കെ, അപ്പൊ മനസ്സിലാക്കിയെടുക്കാം. ഓറിയന്റേഷൻ നല്ല ക്രിയാത്മകമായിട്ട് ചിന്തിച്ചു വെച്ചാൽ അവർക്ക് പകർന്നു കൊടുക്കണമെങ്കിൽ പുതിയ എംപ്ലോയിക്ക് ലഭ്യമാക്കി കൊടുക്കുന്നതെങ്കിൽ അതിൻ്റെതായ ഗുണങ്ങൾ തീർച്ചയായിട്ടും ഓരോ എംപ്ലോയിക്കും അതോടൊപ്പം തന്നെ ആ ഒരു ഓർഗനൈസേഷനും ലഭ്യമാക്കും എന്നുള്ളതാണ്. അതിൽ മോസ്റ്റ്ലി ഉള്ളത് നമുക്കറിയാം ലേബർ ടേൺ ഓവർ റേറ്റ് കുറച്ചു കൊണ്ടുവരാൻ സാധിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊഴിലാളികൾ അല്ലെ അവിടെ നിന്ന് കണ്ടിന്യൂ ചെയ്തു പോവുകയാണെങ്കിൽ വീണ്ടും ഇവർക്ക് എന്താണ് റിക്രൂട്ട്മെന്റും സെലക്ഷനും ഇന്റർവ്യൂവും ഒക്കെ കൊടുത്ത് അപ്പോയിന്റ്മെന്റും അല്ലെ ഈ പറഞ്ഞ മാതിരി ഓറിയന്റേഷൻ ഒക്കെ കൊടുത്ത് പുതിയ എംപ്ലോയീസിനെ കണ്ടെത്തേണ്ടതായിട്ട് വരില്ല. അപ്പൊ ഓർഗനൈസേഷനെ സംബന്ധിച്ച് ഗുണകരമായ ഒരു കാര്യമാണ് അല്ലെ. നല്ല ഒരു ഓറിയന്റേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് അവര് എന്താ ആ ഒരു കമ്പനിയിൽ തന്നെ തുടർന്ന് പോകാനായിട്ട് താല്പര്യപ്പെടുള്ളൂ പുതിയ എംപ്ലോയി. സോ നല്ല ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാം സംഘടിപ്പിക്കുമ്പോൾ എന്താണ് റെഡ്യൂസ് ലേബർ ടേൺ ഓവർ നിരക്ക് എന്ന് പറയുമ്പോൾ അത് നിന്ന് അല്ലെ ആ ഓർഗനൈസേഷനിൽ നിന്ന് വിട്ടുപോകൽ നിരക്ക് കുറവായിരിക്കും. Then help to create a realistic employee expectation. എംപ്ലോയി എക്സ്പെക്ട് ചെയ്യുന്നത് എന്തോ അത് യാഥാർത്ഥ്യത്തിലേക്ക് എത്തിക്കാനായിട്ട് ഈ ഓറിയന്റേഷൻ പ്രോഗ്രാം കൊണ്ട് സാധിക്കും. ഓക്കെ, അതേപോലെ തന്നെ ക്രിയേറ്റ്സ് അല്ലെ അവിടെ പ്രധാനമായിട്ടും ലാസ്റ്റ് സെന്റൻസ് ഒന്ന് നോട്ട് ചെയ്താൽ മതി. അതില് പ്രധാനമായിട്ടും അത്രേ പറയുന്നുള്ളൂ. ക്രിയേറ്റ്സ് ജോബ് സാറ്റിസ്ഫാക്ഷൻ ആൻഡ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ദ എംപ്ലോയി. നല്ല ഒരു ഇൻഡക്ഷൻ പ്രോഗ്രാം സംഘടിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും അവിടെയുള്ള എംപ്ലോയറിനെ കുറിച്ചിട്ടൊക്കെ നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് നേടിയെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. പിന്നെ എന്താണ് അതോടൊപ്പം തന്നെ ജോലിയുടെ സംതൃപ്തിയും അല്ലെ ഒരു സാറ്റിസ്ഫാക്ഷൻ ആയിട്ടുള്ള ഒരു അന്തരീക്ഷം കെട്ടിപ്പടുക്കാനായിട്ട് സാധിക്കുന്നു. ലാസ്റ്റ് വേർഡ് എന്ന് പറയുന്നത് ന്യൂ എംപ്ലോയീസ് ടു കോൺട്രിബ്യൂട്ട് ദ ഓർഗനൈസേഷൻ സക്സസ് മോർ ക്വിക്കലി അല്ലെ. പെട്ടെന്ന് തന്നെ ഓർഗനൈസേഷൻ നല്ല വിജയത്തിലേക്ക് എത്തിപ്പെടാൻ സാധിക്കും എന്നുള്ളതാണ്. കാരണം അവരുടെ ബിഗ് പോയിന്റ്സ് അവരുടെ പേടി എന്താന്നൊക്കെ ഉള്ളത് കണ്ടറിഞ്ഞിട്ട് ഓർഗനൈസേഷന്റെ അല്ലെ അവിടെ ആ ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നവര് അതിനനുസരിച്ചിട്ടുള്ള നിലപാടുകൾ എടുത്ത് ആ ഒരു എംപ്ലോയിനെ വിജയത്തിലേക്ക് എത്തിക്കാൻ സാധിക്കും എന്നുള്ളതാണ് കോൺഫിഡൻസോട് കൂടിയിട്ട്. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് ഓർഗനൈസേഷനും അവരുടെ ആ വിജയം എളുപ്പത്തിൽ നേടിയെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ അല്ലേ? ഓക്കെ, ഒന്ന് രണ്ട് പോയിന്റ്സ് ജസ്റ്റ് നോട്ട് ചെയ്യുക. അതായത് ടേൺ ഓവർ നിരക്കിന്റെ കാര്യം, അതേപോലെ തന്നെ എന്താണ് നമ്മൾ പറഞ്ഞ എക്സ്പെക്ടേഷന്റെ കാര്യം അല്ലെ. അതൊക്കെ എല്ലാ പോയിന്റിനും ഓരോന്നും ചോദിക്കാനൊന്നും ഉണ്ടാവില്ല അല്ലെ. നമ്മുടെ ഒരു വലിയ ചാപ്റ്റർ ആണ്, ഒരുപാട് സെക്കൻഡ് ചാപ്റ്റർ ആണെങ്കിൽ ഫിഫ്ത്ത് ചാപ്റ്റർ ഒക്കെ ആണെങ്കിൽ വലിയ ലെങ്തി ചാപ്റ്റർ ആണ്. അപ്പൊ എല്ലാത്തിനും നിങ്ങൾ അങ്ങനെ പ്രതീക്ഷിക്കേണ്ട.
അല്ലെ. ബെനിഫിറ്റ്സിലൊക്കെ എന്തെങ്കിലും പ്രയർ വന്നാ വന്നു അല്ലെ, അങ്ങനെ വിചാരിച്ചാൽ മതി. പക്ഷെ എല്ലാം തന്നെ ഓർത്ത് വെച്ച് പോവുക. ഓക്കെ, ആ ഹെഡിങ് വായിക്കുന്നതോടൊപ്പം തന്നെ മനസ്സിലാക്കി പോവുക. പ്രോബ്ലംസ് ഇൻ ഓറിയന്റേഷൻ. എന്താണ് പ്രോബ്ലംസ് ഓറിയന്റേഷനിലെ പ്രോബ്ലംസ് വരാൻ സാധ്യതകളുണ്ട് അല്ലേ, ഉണ്ടാവില്ലേ? നമ്മുടെ ലാസ്റ്റ് ടോപ്പിക് ആണ് പ്രോബ്ലംസ് ഇൻ ഓറിയന്റേഷൻ. ഓറിയന്റേഷൻ എന്താണെന്ന് നമുക്കറിയാം എല്ലാവർക്കും അല്ലെ, മനസ്സിലാക്കി പുതിയ എംപ്ലോയിന് അല്ല അത്യാവശ്യം നോളജ്, ആ ഒരു ഓർഗനൈസേഷനെ കുറിച്ചിട്ടുള്ള നോളജ് പകർന്നു കൊടുക്കുന്നതാണ്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള പ്രോഗ്രാംസ് ഓറിയന്റേഷൻ പ്രോഗ്രാം സംഘടിപ്പിക്കുമ്പോഴുണ്ടാകും. നോക്കാം. ഫസ്റ്റ് വൺ ഡാറ്റ ഓവർലോഡ്. എന്താണ് ഡാറ്റ ഓവർലോഡ് എന്ന് പറയുന്നത്? ഹ്യൂജ് എമൗണ്ട്സ് ഓഫ് ഇൻഫോർമേഷൻ ഷുഡ് നോട്ട് ബി ഗിവൺ ടു ദ ന്യൂ എംപ്ലോയീസ്. എന്താണ് simultaneously as it may prove difficult for the employee to understand and retain it. ഓക്കെ, അപ്പൊ ഹ്യൂജ് എമൗണ്ട് ഓഫ് ഇൻഫോർമേഷൻ ഷുഡ് നോട്ട് ഗിവ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു പുതിയ എംപ്ലോയി വന്നു, ഓറിയന്റേഷൻ പ്രോഗ്രാം ആണെന്നും പറഞ്ഞുകൊണ്ട് വരുമ്പോ തന്നെ ഒരുപാട് എന്താണ് ഇൻഫോർമേഷൻസ് ആ ഓർഗനൈസേഷനെ കുറിച്ച്, അവിടുത്തെ എംപ്ലോയീസിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഓഫീസേഴ്സിനെ കുറിച്ചിട്ട്, റൂൾസ് ആൻഡ് റെഗുലേഷനെ കുറിച്ചിട്ട്, അങ്ങനെ ഒരുപാട് അല്ലെ കാര്യങ്ങള് അവിടെ ഒറ്റയടിക്ക് അവരിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം അവർക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ടും പറ്റില്ല. പക്ഷേ എന്തെങ്കിലും ഒന്ന് ഗ്രഹിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിലനിർത്തി കൊണ്ടുപോകാനും സാധിക്കില്ല. കാരണം പല കാര്യങ്ങളിലും ഒന്നിച്ചാണ് അവർക്ക് വിവരങ്ങൾ പകർന്നു കൊടുക്കുന്നത്. ശരിയല്ലേ? ഒറ്റയടിക്ക് പേരുകൾ വരെ ഓർത്തെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. Then it is essential to break the information in bits so that the employee have ample time to accept, analyze and absorb it. അപ്പൊ നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഇതൊക്കെ എന്താ ഇങ്ങനെ ഒരുപാടുണ്ടെങ്കിൽ അതിനങ്ങനെ ലഘു അല്ലെ ചെറുതാക്കിയൊക്കെ കുറെ കഷ്ണാക്കി കൊടുക്കാന്നല്ല ഉദ്ദേശിക്കുന്നത്. അതായത് ഇതിൽ ഒരുപാട് മാറ്റേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ കുറച്ച് ഐഡിയാസുകളൊക്കെ പറഞ്ഞു കൊടുക്കാം. മറ്റതൊക്കെ എന്താണ് ഓട്ടോമാറ്റിക്കലി അവരെ ഏൺ ചെയ്തെടുക്കാന്നുള്ള രീതിയിലേക്ക് എത്തിപ്പെടാനായിരിക്കും ഏറ്റവും നല്ലത്, ഉചിതമായ കാര്യം. അതല്ലാത്ത പക്ഷം അവര് ഡാറ്റ ഓവർലോഡ് ആവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. കാരണം നമുക്ക് അറിയാം അവർ ഗ്രഹിക്കുന്ന കാര്യങ്ങള് അത് സ്വീകരിക്കാനും അത് വിശകലനം ചെയ്യാനും അല്ലെ അത് എല്ലാം ഉൾക്കൊള്ളാനായിട്ടുള്ള ഒരു സിറ്റുവേഷൻ അവര് അതിനനുസരിച്ചിട്ടുള്ള ഒരു ടൈം കാൽക്കുലേഷൻ അവർക്ക് വേണ്ടതാണ്. അതിനനുസരിച്ചിട്ട് ന്യൂ എംപ്ലോയിക്കും കൂടുതൽ പുതിയ അറിവുകൾ പകർന്നു കൊടുക്കാൻ പാടുള്ളൂ. Then it is unfortunate that passionate organization and human resource personnel place a large part of information on employees should folder on the very first day. നേരത്തെ പറഞ്ഞ മാത്രമല്ല ആദ്യ ദിവസം തന്നെ എല്ലാ കാര്യങ്ങളും ഈ പറഞ്ഞ ചാർജ് പേഴ്സണലാണെങ്കിലും അല്ലെ അവിടെ എന്താണ് ഓർഗനൈസേഷന്റെ ഈ ഇത്തരത്തിലുള്ള ഓറിയന്റേഷൻ കാര്യം കൈകാര്യം ഡീൽ ചെയ്യുന്ന വ്യക്തികൾ എല്ലാം കൂടിയും കെട്ടിച്ചമച്ച് അല്ലെ എല്ലാ ഇൻഫോർമേഷൻസും ഒരു ഷോർട്ടറിൽ അല്ലെ നമുക്കറിയാം ഒറ്റയടിക്ക് അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. എംപ്ലോയീസ് അങ്ങനെ വരുമ്പോഴും നമുക്കറിയാം എംപ്ലോയീസിന് തന്നെ പ്രാരംഭഘട്ടത്തിൽ തന്നെ ഒരു പേടി അല്ലെ, അയ്യോ ഇത് ഇങ്ങനെയൊക്കെയാണോ ഇതൊക്കെയാണോ. കാരണം നമുക്കറിയാം ചിലപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ലാത്ത ഒരു ഓർഗനൈസേഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ബേർഡനായിട്ട് ഇങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ എന്താണ് മനസ്സിലാക്കി കൊടുക്കുമ്പോഴൊക്കെ ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരുമോ എന്നൊക്കെ ഉള്ളൊരു പേടി ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളുണ്ടാവും. സോ പെട്ടെന്ന് തന്നെ അവര് അവിടെ നിന്ന് വിട്ടുപോകാനുള്ള സാധ്യതയായിരിക്കും അല്ലെ. ഓറിയന്റേഷൻ സമയത്ത് തന്നെ ചിലപ്പോൾ വേണമെങ്കിൽ ഓർഗനൈസേഷനിൽ നിന്ന് വിട്ടുപോകാനായിട്ടുള്ള ഒരു സാഹചര്യമായിരിക്കും അവരിലുണ്ടാവും. സോ മനസ്സിലാവുക ഡാറ്റ ഓവർലോഡ്. ഓക്കെ ശരിയല്ലേ? നിങ്ങൾ അവിടെ റിപ്പോർട്ട് കൊടുക്കണം, ഇവിടെ റിപ്പോർട്ട് കൊടുക്കണം, ഇന്ന ഡ്യൂട്ടികൾ ഇന്ന ദിവസം ചെയ്ത് തീർക്കണം, ഇന്ന മാസത്തില് ഇത്തരം കാര്യങ്ങൾ ചെയ്യണം, മീറ്റിങ്ങുകൾ ഉണ്ടാവും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ പറയുമ്പോൾ ചെയ്തു ആക്ച്വലി എന്താണ് ആ പേഴ്സൺ അല്ലെ എല്ലാ വർക്കേഴ്സിനെ പോലെ തന്നെ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു പോകും. പക്ഷെ ഒന്നിച്ചു ഒറ്റയടിക്ക് കേൾക്കുമ്പോൾ ഉൾക്കൊള്ളാനായിട്ടൊരു പ്രയാസം ഒരു പേടി ഉണ്ടാവണം. അതുകൊണ്ട് തന്നെ ഓവർലോഡ് ആയിട്ട് ഈ ഓറിയന്റേഷൻ ടൈമിൽ തന്നെ എല്ലാം കിട്ടുക എല്ലാം ഉൾക്കൊള്ളിപ്പിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. സെക്കൻഡ് വൺ പറയുന്നത് പ്രോബ്ലംസ് ഓഫ് ബോർഡം ആൻഡ് റിജിഡിറ്റി. നോക്കാം. പ്രോബ്ലംസ് ഓഫ് ബോർഡം ആൻഡ് റിജിഡിറ്റിയിൽ പറയുന്നത് employees do not feel comfortable when an induction program is organized in a formal and routine way, just like a custom. ഓക്കെ, അതായത് ഓറിയന്റേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ അല്ലെ വലിയ ഓർഗനൈസേഷൻ ഒക്കെ ആകുമ്പോൾ മിക്കപ്പോഴും എന്തെങ്കിലുമൊക്കെ അല്ലെ ഒരുപാട് പ്ലേസ്മെന്റുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. സോ എന്താണ് ഈ അപ്പോയിന്റ്മെന്റും കാര്യങ്ങളൊക്കെ വരുന്നതനുസരിച്ചിട്ട് ഇവർക്ക് ഓറിയന്റേഷൻ സംഘടിപ്പിക്കേണ്ടതായിട്ട് വരുന്നു. അങ്ങനെ നോക്കുമ്പോൾ
oriented. Okay. അപ്പോ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് അവിടെ അല്ലെ നോർമൽ ആയിട്ടൊരു ഔപചാരികമായിട്ടുള്ള ഒരു കസ്റ്റം അല്ലെ ഒരു ആചാരം എന്ന നിലയിൽ ഓറിയന്റേഷൻ നടത്തി പോകുന്നതാണ് എന്നുള്ളൊരു മനോഭാവത്തിൽ എത്താനായിട്ടുള്ള സാധ്യതകളുണ്ട്. Hence, there is a need to conduct the program in a dynamic and interactive manner. Okay. നമുക്കറിയാം അത് ചലനാത്മകമായ രീതിയിൽ അല്ലെ നല്ലൊരു വെൽ കമ്മ്യൂണിക്കേറ്റ് ആയിട്ടുള്ള ഒരു രീതിയിൽ കൊണ്ടുവരുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ. അല്ലാതെ ഒരു അല്ലെ സാധാരണ രീതിയിലുള്ള ഒരു ശൈലി എന്നുള്ളൊരു മനോഭാവത്തിലേക്ക് എത്തിപ്പെടാതിരിക്കാനായിട്ട് ശ്രമിക്കണം. This can be done if the employee are encouraged to voluntarily and actively participate in the induction program to make it a pleasant activity and not a punishment for the employees who have joined recently. അതായത് നമുക്കറിയാം നല്ല രീതിയിൽ അല്ലെ സ്വമേധയെ നല്ല ഒരു ആക്റ്റീവ് പാർട്ടിസിപ്പേഷനോട് കൂടിയിട്ട് വരുന്ന എംപ്ലോയിനെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ അവരെയും കൂടി ഒരു അല്ലെ ഒരു സ്വമേധയ അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന രീതിയിലൊക്കെയാണ്. അല്ലാതെ കമ്പല് ചെയ്ത് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ അല്ലെ സാധാരണ രീതിയിൽ ആചാരം പോലെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇന്നതാണ് ബിൽഡിങ്ങിന്റെ പേര് ഇന്നതാണ് ഒരു ഹിസ്റ്ററി ഒക്കെ പറഞ്ഞു കൊടുക്കുക എന്ന് പറയുന്നത് തന്നെ ഉൾക്കൊള്ളാനായിട്ട് അവർക്ക് അല്ലെ വരുന്ന എംപ്ലോയീസിനൊക്കെ ഉൾക്കൊള്ളാനായിട്ടുള്ള ഒരു മനോഭാവം ഉണ്ടാവണമെന്നില്ല. സോ അവരെ കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്ത് അല്ലെ അവരെ കൂടി ആക്റ്റീവ് ആക്കി എടുത്തിട്ട് കൈകാര്യം ചെയ്തെടുക്കാൻ ഓറിയന്റേഷൻ കൈകാര്യം ചെയ്തെടുക്കാൻ ശ്രമിക്കേണ്ടതാണ്. അതല്ലാത്ത പക്ഷം എന്താണ് ഇതൊരു അല്ലെ ഒരു പണിഷ്മെന്റ് എന്നുള്ള ലെവലിലേക്ക് പോകാൻ അതായത് അടിച്ചേൽപ്പിക്കുന്ന ഒരു ഓറിയന്റേഷൻ ടൈം ഒരാഴ്ചത്തെ ഓറിയന്റേഷൻ ടൈം എങ്ങനെയെങ്കിലും കഴിഞ്ഞാൽ മതിയെന്നും ഉണ്ടാവുന്ന സാഹചര്യം ഉണ്ടാവും. കാരണം എല്ലാം കൂടി ഒന്നിച്ച് അല്ലെ ഉൾക്കൊള്ളിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് എങ്കിൽ ഫീൽ ചെയ്യുന്നത് എങ്കിൽ അതുകൊണ്ട് സക്സസ് ആയിട്ട് അല്ലെ ഓറിയന്റേഷൻ ആ ഓർഗനൈസേഷന്റെ ഗുണകരമായിട്ട് അനുഭവപ്പെടാൻ സാധ്യതയില്ല. സോ മനസ്സിലാക്കുക പ്രോബ്ലംസ് ഓഫ് ബോർഡം ആൻഡ് റിജിഡിറ്റി അല്ലെ ഇവിടെ എന്താണ് അവിടെ ബോറടിപ്പിക്കുന്ന തരത്തിലോ അല്ലെങ്കിൽ അവിടെ എന്താണ് കുറച്ചും കൂടി ആധികാരികമായിട്ടുള്ള ഒരു ഔപചാരിക ഡ്യൂട്ടി എന്നുള്ള രീതിയിലോ ആക്കിയെടുക്കാതിരിക്കാനായിട്ട് ശ്രമിക്കേണ്ടതാണ്. ഇതൊരു ഫസ്റ്റ് ആയിട്ടുള്ള അനദർ പ്രോബ്ലം ആണ്. ഒരു ബോധമാവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. Then third one പറയുന്നത് lack of adequate time and training for facilitators. Okay, ഞാൻ എത്തുപോകുന്നുണ്ടെങ്കിലും നിങ്ങൾ ക്ലിയർ അല്ലേ? ഞാൻ ചോദിക്കലുണ്ടായില്ല. ബെനിഫിറ്റ്സ് ഓക്കെ അല്ലേ? ബെനിഫിറ്റ്സ് ഓഫ് ഓറിയന്റേഷൻ ഓക്കെ അല്ലേ? എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ഞാൻ വായിക്കാൻ സമയം തരാം. ഓക്കെ ആണ്. പ്രോബ്ലംസും കൂടി നമുക്കൊന്ന് എടുത്തിട്ട് എന്തായാലും ടൈം അലോട്ട് ചെയ്യാം. ഓക്കെ, ഈ എടുക്കണേന്റെ ഒപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കാട്ടോ. നോക്കുക പ്രോബ്ലംസ് ഓഫ് ബോർഡം ആൻഡ് റിജിഡിറ്റി നമ്മൾ കണ്ടു. ദെൻ തേർഡ് വൺ ലാക്ക് ഓഫ് ആഡിക്വേറ്റ് ടൈം ആൻഡ് ട്രെയിനിങ് ഫോർ ഫെസിലിറ്റേറ്റേഴ്സ്. ഓക്കെ, ആഡിക്വേറ്റ് ടൈം ആൻഡ് ട്രെയിനിങ് ഫോർ ഫെസിലിറ്റേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ് നമുക്കറിയാം ഓറിയന്റേഷൻ ടൈമിൽ നല്ല വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള പേഴ്സൺസ് ആണ് ഓറിയന്റേഷൻ വരുന്ന അല്ലെ പുതിയ എംപ്ലോയീസിനൊക്കെ അവിടെ എന്താണ് ട്രെയിനിങ് ഒക്കെ കൊടുക്കേണ്ടത്. പക്ഷെ ഇൻ കേസ് അങ്ങനെ കൊടുക്കാനായിട്ട് സാധ്യതയില്ല എങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം അതിനനുസരിച്ചിട്ടുള്ള ഗുണം ആ ഒരു എംപ്ലോയീസിന് നേടിയെടുക്കാനായിട്ട് സാധിക്കില്ല അല്ലെ. When the role of promoters of an induction program is handed over to the supervisors and the line managers of the organization, they may not be able to carry out it effectively due to lack of adequate experience and training. ഓക്കെ, തീർച്ചയായിട്ടും ഇവിടെ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അല്ലെ ഈ ഇത്തരത്തില് ഇൻഡക്ഷൻ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത് ആ ഒരു ഉത്തരവാദിത്തം ആർക്കാണ് കൊടുക്കുക? സൂപ്പർവൈസേഴ്സിന് അല്ലെങ്കിൽ ലൈൻ മാനേജേഴ്സിനാണ്. ഓർഗനൈസേഷനിലെ ലൈൻ മാനേജേഴ്സിനാണ് അവർക്ക് ലഭ്യമാക്കി കൊടുക്കുന്നത്. They may not be able to carry out it effectively due to lack of adequate experience and training. അവർക്ക് മതിയായ ട്രെയിനിങ്ങോ അല്ലെ നോളജ് ഒന്നും കൊടുത്തിട്ടില്ല എങ്കിൽ ഇത്തരത്തിലുള്ള സൂപ്പർവൈസേഴ്സിന് ലൈൻ മാനേജേഴ്സിനൊന്നും ഈ വരുന്ന എംപ്ലോയീസിന് കൃത്യമായിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുന്ന തരത്തിലുള്ള നോളജ് ഒന്നും കൊടുത്തിട്ടില്ല എങ്കിൽ അത് എഫക്റ്റീവായിട്ട് കൈകാര്യം ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. They were also extremely busy in making arrangements for the program in advance, and as a result of which the efficiency may ultimately be affected. മാത്രമല്ല നമുക്കറിയാം പുതിയ എംപ്ലോയീസ് ഒക്കെ വരുമ്പോഴേക്കും തിരക്കും അവിടെയുള്ള നാച്ചുറലി ഇത്തരത്തിലുള്ള സൂപ്പർവൈസേഴ്സിനും ലൈൻ മാനേജേഴ്സിനും അതിൻ്റെതായ ഒരു തിക്കും തിരക്കും ഉണ്ടാവില്ലേ?
ഒരു ഹോട്ടലില് പോലെ പങ്ക്ച്വാലിറ്റി ഒക്കെ കീപ്പ് ചെയ്ത് കുറെ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാനുണ്ടാവും. സോ അവിടെ ആ ഒരു ടൈമിങ്ങിൽ അത്യാവശ്യം അഡ്വാൻസ് ആയിട്ട് അവർക്ക് ഒരു തിക്കും തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും മുൻകൂട്ടി തന്നെ. അതിനിടയ്ക്കായിരിക്കും ഇത്തരത്തില് ഇങ്ങനെ ഓറിയന്റേഷനും കൂടി സംഘടിപ്പിക്കേണ്ടി വരിക എന്നുള്ളത് മനസ്സിലാക്കുക. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെതായിട്ടുള്ള ഒരു ഡ്രോബാക്സ് അവിടെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. They might also try to weaken the significance of the incubators position in the organization and overstate their all power on the incumbents job. Okay, നമുക്കറിയാം അവരുടെ എന്താണ് ഈ പറഞ്ഞ സൂപ്പർവൈസേഴ്സിന്റെ ഒക്കെ അധികാരതയിലാണ് ഈ പറഞ്ഞ ഓറിയന്റേഷൻ ഒക്കെ സംഘടിപ്പിക്കുന്ന എന്നുള്ള ഒരു മനോഭാവം അവിടെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട് അല്ലെ. അതും ഒരു വീക്കെൻഡ് ആയിട്ടുള്ള സാധ്യതയാണ്. As a result, the attitude and the conduct of the existing employee may seem to be threatening for the independence. Okay, അവിടെ എന്താണ് ഈ പറഞ്ഞ ഈ സൂപ്പർവൈസേഴ്സും ലൈൻ മാനേജേഴ്സിനെയൊക്കെ ഒരു അല്ലെ അവര് തന്നെ ഈ ഓറിയന്റേഷൻ കാര്യങ്ങളൊക്കെ അധികാരികതയോട് കൂടിയിട്ട് പകർന്നു നൽകുന്നത് കൊണ്ട് തന്നെ അവരെയൊക്കെ ഭയപ്പെടാനായിട്ടുള്ള സാധ്യതകളും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഈ ഓറിയന്റേഷൻ ടൈം എന്ന് പറയുന്നത് വരുന്ന എംപ്ലോയീസിന് സക്സസ്ഫുൾ ആക്കണമെങ്കിൽ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്യണം. തിക്കും തിരക്കും പിടിക്കാതെ അവർക്ക് പകർന്നു കൊടുക്കണം. അവരുടെ ഫിയർ എന്താണെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് അല്ലെ നമ്മൾ കണ്ട് ബെനിഫിറ്റ്സ് എന്താണെന്നുള്ളതൊക്കെ ആ രീതിയിലൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുത്താലാണ് അവിടെ വരുന്ന എംപ്ലോയീസിന് അല്ലെ നല്ല രീതിയിൽ ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. നല്ല റിസൾട്ട് ഓർഗനൈസേഷനും ചെയ്തു കൊടുക്കാൻ അല്ലെ നേടിക്കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അല്ലാത്ത പക്ഷം തീർച്ചയായിട്ടും നമുക്കറിയാം എന്താണ് അവർക്ക് നല്ലൊരു ട്രെയിനിങ് ഒന്നും കിട്ടുന്നില്ല. ഒരു തിക്കും തിരക്കിന്റെ ഉള്ളിൽ എന്തോ ഒരു പ്രോഗ്രാമുകളൊക്കെ സംഘടിപ്പിച്ച് കൊടുക്കുന്നതേ ഉള്ളൂ. അവർക്ക് ഈ പറഞ്ഞ ആധികാരികമായിട്ടുള്ള ഒരു തിരക്കിന്റെ ഉള്ളിൽ ഓരോ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ വീണ്ടും വീണ്ടും സംശയങ്ങൾ വരെ ചോദിക്കാൻ പറ്റാത്ത ഒരു ത്രെട്ടനിങ് അല്ലെ ഒരു പേടിയൊക്കെ അവരിൽ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയാണ് ആ ടൈമിൽ ഉണ്ടാവുക. സോ നല്ല രീതിയിൽ തന്നെ അതെല്ലാം അറേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടതാണ്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ റിസ്ക് ഓഫ് ഫെയിലിയർ ആൻഡ് കൗണ്ടർ എഫക്ട്സ്. ഓക്കെ, അപ്പൊ റിസ്ക് ഓഫ് ഫെയിലിയർ ആൻഡ് കൗണ്ടർ എഫക്ട്സിൽ എന്താ പറയുന്നത്? The retention level of the employees can be improved through an organized induction program and as a result of which attrition can be reduced. Okay, നമുക്കറിയാം തീർച്ചയായിട്ടും ഈ നല്ല രീതിയിൽ അല്ലെ നല്ല രീതിയിലുള്ള ട്രെയിനിങ് ഒക്കെ പകർന്നു കൊടുക്കണതെങ്കിൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ വിട്ടുപോകല് അല്ലെ ഓർഗനൈസേഷനിൽ നിന്ന് വിട്ടുപോകുന്ന നിരക്ക് കൂടുതലായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ മാത്രമേ തന്നെ മതിയായ ട്രെയിനിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലാതെ അല്ലെങ്കിൽ ഒരുപാട് അറിവുകളൊക്കെ ഒന്നിച്ച് അവർക്ക് അവരുടെ ചുമതല വെച്ചേൽപ്പിച്ചു കൊടുക്കാനൊക്കെ ആയിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ എംപ്ലോയീസ് സാറ്റിസ്ഫൈഡ് ആയിരിക്കില്ല. അവര് ആ കമ്പനിയിൽ നിന്ന് വിട്ടുപോകാനായിട്ടുള്ള സാധ്യതകളുണ്ട് അല്ലെ. അപ്പൊ നമ്മള് ബെനിഫിറ്റ്സിൽ പഠിച്ചപ്പോ തന്നെ പറഞ്ഞതിന് റിവേഴ്സ് എഫക്ട് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അപ്പൊ ആ ഒരു റിവേഴ്സ് എഫക്റ്റ് ആണ് ഇവിടെ പറയുന്നത് റിസ്ക് ഓഫ് ഫെയിലിയർ ആൻഡ് കൗണ്ടർ എഫക്ട്സ്. അതായത് കൗണ്ടർ എഫക്ട്സ് എന്ന് പറയുന്നത് ദ റിട്ടൻഷൻ ലെവൽ ഓഫ് ദ എംപ്ലോയി ക്യാൻ ബി improved through an organized induction program and as a result of which attrition can be reducing. നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുള്ള ഇൻഡക്ഷൻ പ്രോഗ്രാം ആണ് എങ്കിൽ റിട്ടൻഷൻ നിരക്ക് കുറവായിരിക്കും. Then partially in the early years. On the other hand, alla engil a weekly prepared and implemented induction program could produce undesired result. Avare വിചാരിക്കുന്ന റിസൾട്ട് ആയിരിക്കില്ല ഉണ്ടാവുക. എംപ്ലോയി ഒക്കെ വിട്ടുപോകാനായിട്ടുള്ള സാധ്യതയില്ല. അത് എന്തുകൊണ്ടാ വീക്ക്ലി ആയിട്ടുള്ള പ്രിപ്പറേഷൻ ആണ് അല്ലെ നല്ല രീതിയിലുള്ള അറേഞ്ച്മെന്റോട് കൂടിയിട്ടുള്ള ഓറിയന്റേഷൻ എല്ലാം സംഘടിപ്പിക്കുന്നെങ്കിലാണ് അങ്ങനെ സംഭവിക്കുന്നത്. Then it may force the new employee to build up negative feelings towards the organization and also about their attitude towards the induction program, although this is not done deliberately. Okay, നല്ല രീതിയിൽ ഓറിയന്റേഷൻ പ്രോഗ്രാം അറേഞ്ച് ചെയ്ത് എംപ്ലോയീസിനെ ലഭ്യമാക്കി കൊടുത്തില്ല എങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അവരുടെ മനോഭാവം ഓർഗനൈസേഷനോടുള്ള മനോഭാവമൊക്കെ നെഗറ്റീവ് ആയിട്ടുള്ള മനോഭാവങ്ങളായിരിക്കും ഉണ്ടാവുക അല്ലെ. അവരെ ഓർഗനൈസേഷനിൽ നിന്ന് കണ്ടിന്യൂ ചെയ്തു പോകാനായിട്ടുള്ള സാഹചര്യം അത് പിൻവലിക്കുകയാണ് ഉണ്ടാക്കുക. This is because also force the employee to leave the job suddenly as he is nervous, fearful and uncertain about his future.
ഓക്കെ, ചിലപ്പോൾ വേണമെങ്കിൽ അവര് ഭാവിയെ പ്രതിയോ അല്ലെങ്കിൽ പെട്ടെന്ന് ഉണ്ടാവുന്ന ഒരു പേടിയിലേക്ക് അല്ലെ ഭയനിമിത്തൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഒന്നിച്ചൊക്കെ ഏൽപ്പിക്കുമ്പോൾ ഒരു ഭയാനകമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് എന്നൊക്കെ ഉള്ള പേടി കൊണ്ട് അല്ലെങ്കിൽ ഫ്യൂച്ചറിലോ ഈ പറഞ്ഞു തരുന്നത് അനുസരിച്ചിട്ട് അപ്പൊ ഇനി കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും എന്നൊക്കെ ഉള്ള ഒരു മനോഭാവത്തോട് കൂടിയിട്ട് അവിടെ നിന്ന് വിട്ടുപോകാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല അറേഞ്ച്ഡ് ആയിട്ടുള്ള രീതിയിലാണ് ഈ ഇൻഡക്ഷൻ പ്രോഗ്രാം എംപ്ലോയിക്ക് ലഭ്യമാക്കാനായിട്ട് പാടുള്ളൂ. Okay, no. Risk of failure and counter effects. Okay, നമ്മളെ ബെനിഫിറ്റ്സിൽ പറഞ്ഞ ആ പോയിന്റ്സ് തന്നെയാണ് ഇത്. നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം ടേൺ ഓവർ നിരക്ക് കുറവായിരിക്കും. ഇതേസമയം ടേൺ ഓവർ കൂടാനായിട്ടുള്ള സാധ്യതകളുണ്ട് നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തില്ല. Then like lack of diversity in the orientation program. The lack of diversity in orientation programs and the level of learning abilities and perspective skills vary from one person to another. നമുക്കറിയാം ഓരോ പേഴ്സണെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ലേണിംഗ് അബിലിറ്റി അല്ലെങ്കിൽ പ്രത്യേകിച്ച് കഴിവുകളുടെ ധാരണകളൊക്കെ വ്യത്യസ്തമായിരിക്കും ആയിരിക്കില്ലേ. ഒരാളുടെ ഒരു കാര്യം നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുത്താൽ ചിലപ്പോൾ പെട്ടെന്ന് തന്നെ മനസ്സിലാവും. ചിലർക്ക് ഒരു കാര്യം പറഞ്ഞു കൊടുത്താൽ പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരില്ല. ശരിയല്ലേ? ശരിയാണ്. കാരണം അവരുടെ നമ്മുടെ ബിഹേവിയറലായിട്ടുള്ള അവരുടെ നേച്ചർ അനുസരിച്ചിട്ട് വ്യത്യസ്തമായിട്ട് വൈവിധ്യങ്ങളായിട്ടുള്ള പേഴ്സൺസ് ആണ്. അവരുടെ ബിഹേവിയറിൽ വ്യത്യസ്തമായിരിക്കും അല്ലെ. പെരുമാറ്റ രീതികളും എല്ലാം മനസ്സിലാക്കാനുള്ള പവറും ശേഷിയും അല്ലെ എല്ലാം തന്നെ വ്യത്യസ്തമായിരിക്കും. ലൈക്ക്വൈസ് ഓൺലി ലിസണിങ് ടു ദ presenter may be enough for some people to understand the subject matter, while other may need a video presentation and a demo to understand the information clearly. അതായത് കുറച്ച് പേഴ്സൺസിനെ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഗ്രാസ്പിംഗ് പവർ എന്ന് പറയുന്നത് കൂടുതലായിരിക്കും അല്ലെ. അവരെ നമുക്ക് നോക്കുകയാണെങ്കിൽ ചിലര് പെട്ടെന്ന് തന്നെ ലിസൺ ചെയ്യും, ചിലരാണെങ്കിൽ ചിലപ്പോൾ വേണമെങ്കിൽ അവർക്ക് വീഡിയോയോ അല്ലെ എന്തെങ്കിലുമൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് വിഷ്വലി ഒക്കെ കാണിച്ചു കൊടുത്താലാണ് അവർ പെട്ടെന്ന് ഉൾക്കൊള്ളാനായിട്ടുള്ള സാധ്യതകളുള്ളൂ. ഓക്കെ, അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള ഡെമോയോ കാര്യങ്ങളൊക്കെ അവർക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ എന്തായാലും മനസ്സിലാക്കിയെടുക്കുക വ്യത്യസ്തങ്ങളായിട്ടുള്ള ബിഹേവിയറലായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള പേഴ്സൺസ് ആണ് ഓരോ ഹ്യൂമൻ ബീയിങ്ങും. സോ അതനുസരിച്ചിട്ടുള്ള ഒരു മാറ്റം അവിടെ അനിവാര്യമാണ്. മേക്കിംഗ് യൂസ് ഓഫ് എ കോമൺ മെത്തേഡ് ആൻഡ് ദ സെയിം ഡെലിവറി സിസ്റ്റം ബൈ ദ organization in induction program for all new employees regardless of their skill level and educational backgrounds may affect the effectiveness of the induction program. ഓക്കെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരു കോമൺ മെത്തേഡ് എടുത്തിട്ട് എല്ലാവരും ഇതുപോലെ ഇതിൽ നിന്ന് മനസ്സിലാക്കണം എന്നുള്ള രീതി അവലംബിച്ചാൽ ചിലപ്പോൾ വരുന്ന ന്യൂ എംപ്ലോയീസ് എല്ലാം തന്നെ ഒരേ കാറ്റഗറിയിലുള്ള വ്യക്തികളായിരിക്കില്ല. അവർക്ക് എല്ലാവരെയും ഒരേപോലെ തന്നെ ഗ്രഹിക്കാൻ പറ്റാമെന്നില്ല അല്ലെ. Making use of a common method and the same delivery system by the organization in induction program for all new employees regardless of their skill levels and education backgrounds. അല്ലെ, അവരുടെ കഴിവുകളാണെങ്കിലും എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ടുകളൊക്കെ അങ്ങനെ ഡിഫറെന്റ് ആണ് അല്ലെ. അപ്പൊ ഒരു കോമൺ മെത്തേഡ് ഉപയോഗിക്കുക എന്ന് പറയുന്നത് സക്സസ് ആയിട്ടുള്ള ഒരു കാര്യമില്ല. എഫക്ട് ദ എഫക്റ്റീവ്നെസ് ഓഫ് ദ ഇൻഡക്ഷൻ പ്രോഗ്രാം. ചിലപ്പോൾ ആ ഒരു ഇൻഡക്ഷൻ പ്രോഗ്രാമിന്റെ ഫലപ്രാപ്തി അതുകൊണ്ട് തന്നെ വ്യത്യസ്തമാവാനായിട്ടുള്ള സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ ഒരു കോമൺ ആയിട്ടുള്ള ഒരു ട്രാക്ക് അവിടെ യൂട്ടിലൈസ് ചെയ്യാന്ന് പറയുന്നത് നിർഭാഗ്യകരമായിട്ടുള്ള ഒരു കാര്യമാണെന്നാണ് പറയുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം എന്താണ്? റീസൺ എന്താണ്? ഡൈവേഴ്സിറ്റി, വൈവിധ്യമാർന്നു അല്ലെ. വൈവിധ്യവൽക്കരണം അവിടെ ആവശ്യമാണ്. കാരണം ഓരോ പേഴ്സന്റെയും ഡിഫറെന്റ് ക്യാരക്ടറാണ് അല്ലെ, വ്യത്യസ്തമായിട്ടുള്ള ബിഹേവിയറിലായിട്ടുള്ള നേച്ചറാണ് ഉള്ളത്. ഓക്കെ അല്ലേ? ഡൈവേഴ്സിറ്റി എന്താണെന്നുള്ള കാര്യം മനസ്സിലായില്ലേ? ഓക്കെ, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് പോയിക്കോളൂ. എന്താണ് കോമൺ മെത്തേഡ് യൂസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണെന്ന് പറയാൻ കാരണം എന്താണ്? ഡൈവേഴ്സിറ്റി ഇൻ ഓറിയന്റേഷൻ പ്രോഗ്രാം അല്ലെ. ലാക്ക് ഓഫ് ഡൈവേഴ്സിറ്റി, അതായത് വൈവിധ്യങ്ങളുടെ അഭാവം. നമുക്കറിയാം കോമൺ ആയിട്ടുള്ള മെത്തേഡ് ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്കറിയാം എല്ലാ പേഴ്സൺസും ഒരേപോലെ അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയത് വരും. ലാസ്റ്റ് പോയിന്റ് നോക്കുകയാണെങ്കിൽ ആബ്സെൻസ് ഓഫ് ഇവാലുവേഷൻ ആൻഡ് ഫോളോ അപ്പ്. ഓക്കെ, നിങ്ങൾക്ക് സമയമെടുത്ത് വായിക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട് കേട്ടോ. ചോദിച്ചു പോവാൻ ഞാൻ എല്ലാം എടുത്തിട്ട് വായിപ്പിക്കുന്നതിനേക്കാളും ബെറ്റർ നിങ്ങൾ എടുത്തതിൽ ഏതെങ്കിലും. നമുക്ക് ഇനി എന്തായാലും ഒരു പോയിന്റ് കൂടിയേ ഉള്ളൂ. അപ്പൊ സമാധാനപൂർവമായിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം.
എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇന്നത്തെ എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. നോക്കിയോ? എവിടെയെങ്കിലും ഏതെങ്കിലും പോയിന്റ് പറയേണ്ടതുണ്ടോ? ക്ലിയർ ആണോ? കണ്ടിന്യൂ ചെയ്തോട്ടെ? ഓക്കെ, നമുക്ക് ലാസ്റ്റ് പോയിന്റിലേക്ക് പോകാം. Absence of evaluation and follow-up. Okay, last one is the absence of evaluation and follow-up. Look out, it is important for the organizations to assess the efficiency of the induction program by gathering feedback from the new employee participating in it. Okay, പ്രധാനപ്പെട്ട കാര്യമാണ് ഏതൊരു ഓർഗനൈസേഷനിലെ വിലയിരുത്തുക. അതായത് അവിടെ ഈ ഓറിയന്റേഷൻ ടൈമിൽ അവർക്ക് ഓരോ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തിട്ട് അവരുടെ ഫീഡ്ബാക്കുകൾ അല്ലെ, എങ്ങനെയാണോ ഓറിയന്റേഷൻ ടൈമിൽ നിങ്ങൾ സക്സസ് ആയോ, നിങ്ങൾക്ക് അത്യാവശ്യം നിങ്ങളുടെ പേടിയൊക്കെ മാറ്റിയെടുക്കാൻ സാധിച്ചോ, അതല്ല എങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ഡ്യൂട്ടി ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കോ അല്ലെ, എന്തിനേയും കുറിച്ച് നിങ്ങൾക്ക് ഡൗട്ടുകൾ ഉണ്ടോ, എങ്ങനെയാണ് അല്ലെ, എല്ലാ ധാരണകളും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ, ഹിസ്റ്ററി കിട്ടിയിട്ടുണ്ടോ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളെല്ലാം തന്നെ അവരിൽ നിന്ന് ഫീഡ്ബാക്കുകൾ ചോദിച്ചറിയുക അല്ലെ. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. നല്ലൊരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാം നടത്തുമ്പോൾ തീർച്ചയായിട്ടും അതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് തീർച്ചയായിട്ടും എന്തെങ്കിലും മോഡിഫിക്കേഷൻ വരുത്തേണ്ടതല്ലെങ്കിൽ വരുത്താനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലെ. തീർച്ചയായിട്ടും അനുഭവങ്ങൾ മനസ്സിലാക്കി കഴിയുമ്പോഴല്ലേ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുകയുള്ളൂ അല്ലേ? അതെ. അപ്പൊ നോക്കുക, എന്താണ് അതിലെ പ്രധാനമായിട്ടും പറയുന്നത്, ഗാദറിംഗ് ഫീഡ്ബാക്ക് ഫ്രം ദ ന്യൂ എംപ്ലോയീസ് പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ഇറ്റ്. They should regularly follow up the feedback process by making the required modifications in the program to upgrade it. Okay. അതായത് നമുക്കറിയാം ഈ ഒരു ഫീഡ്ബാക്കുകളെല്ലാം കേട്ട് കഴിയുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, മോഡിഫിക്കേഷൻ അല്ലെ. മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ മാറ്റങ്ങൾ വരുത്തുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. On the other hand, many organizations rarely carry out a serious assessment and follow-up of their induction process. Okay, many അല്ലെ, ധാരാളം ഓർഗനൈസേഷനിൽ റയറായിട്ട് നമുക്കറിയാം ഈ ഒരു സീരിയസ് ആയിട്ടുള്ള രീതിയിൽ ഈ ഫോളോ അപ്പ് നടത്തണമെന്നില്ല അല്ലെ. മിക്കവാറും ഓർഗനൈസേഷനിലും അങ്ങനെ തന്നെ അല്ലെ, റയറായിട്ടാണ് ഈ കാര്യങ്ങൾ ഈ ഒരു ഫോളോ അപ്പ് നടത്തിക്കൊണ്ട് പോകുന്നത്. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും എന്താണ്, നമുക്ക് പ്രധാനമായിട്ടും ഒരു മോഡിഫിക്കേഷൻ ഒന്നും ഉണ്ടാവില്ല. ഒരു നേരത്തെ കൂട്ടി അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു രീതി എന്താണോ അത് ഫോളോ ചെയ്തായിരിക്കും പോകുന്നത്. മാറ്റങ്ങൾ ഉണ്ടോ അല്ലെ, മാറ്റങ്ങൾ വരുത്തണമോ, ഇപ്പോ ഈ എംപ്ലോയീസിനെ എന്തൊക്കെയാണ് ഇച്ചിരി കൂടി അല്ലെ അറിയാനായിട്ട് അവർ എന്താണ് ആഗ്രഹിക്കുന്നത് അതിനെ കുറിച്ചിട്ടുള്ള ഒരു അവയർനെസ് ഒന്നും ഇല്ലാതെ നേരത്തെ കുട്ടി എങ്ങനെയാണോ ഓറിയന്റേഷൻ ഒക്കെ നടത്തിക്കൊണ്ട് പോയത് ആ രീതി തന്നെ ഫോളോ ചെയ്ത് പോകുന്ന ഒരവസ്ഥ ഉണ്ടാവും അല്ലെ. അതാണ് ആബ്സെൻസ് ഓഫ് ഇവാലുവേഷൻ ആൻഡ് ഫോളോ അപ്പില് എടുത്ത് പറയുന്നത്. നമുക്കറിയാം
അങ്ങനെ ഒരു ഫോളോ അപ്പ് ഉണ്ടായിട്ട് കാര്യമില്ല അല്ലെ. നേരത്തെ കൂട്ടിയുള്ള ഒരു രീതിയിലാണ് ഇപ്പോഴും കൈകാര്യം ചെയ്തത്. അങ്ങനെ ഒരു രീതിയാണ് ഫോളോ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് ആ ഓർഗനൈസേഷനിൽ നല്ല ഒരു ഇൻഡക്ഷൻ പ്രോഗ്രാം അല്ല നടത്തിക്കൊണ്ട് പോകുന്നത്. ഓക്കെ, ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഒരു നെക്സ്റ്റ് അല്ലെ തൊട്ട് മുമ്പ് തന്നെ ഇങ്ങനെ ഒരു ഇൻഡക്ഷൻ പ്രോഗ്രാം ഒക്കെ സംഘടിപ്പിച്ചപ്പോൾ എന്തായിരുന്നു റിസൾട്ട്? അവരുടെ ഫീഡ്ബാക്ക് എന്താണ്? അതിനനുസരിച്ചിട്ട് ചേഞ്ചസ് വരുത്തിയിട്ടായിരിക്കണം അടുത്തൊരു ഇൻഡക്ഷൻ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യേണ്ടത്. സോ അങ്ങനെയാണെങ്കിൽ ആ ഓർഗനൈസേഷൻ അത് ഗുണം ചെയ്യുമെന്നുള്ളതാണ് ഇവിടെ എടുത്ത് പറയുന്നത്. അല്ലാത്ത പക്ഷം എന്താണ് ആ ഓർഗനൈസേഷനെ പ്രത്യേകിച്ച് ഗുണമൊന്നും ഈ ഒരു ഇൻഡക്ഷൻ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത് കൊണ്ട് ഉണ്ടാവില്ല എന്ന്. ശരിയാണോ? ഫീഡ്ബാക്കുകൾ അതിന് കറക്ഷൻ വരുത്തേണ്ടതല്ലേ? ഓക്കെ, അപ്പൊ മനസ്സിലാക്കി എടുക്കുക. 6 പോയിന്റ്സ് ആണ് എന്താണ് പ്രോബ്ലംസ് ഓഫ് ഓറിയന്റേഷനിൽ എടുത്ത് പറയുന്നത്. ഫസ്റ്റ് വണ് ഡാറ്റ ഓവർലോഡ്, then second one എന്ന് പറയുന്നത് പ്രോബ്ലംസ് ഓഫ് ബോർഡം ആൻഡ് റിജിഡിറ്റി, then third lack of adequate time അല്ലെ. ഒന്നിച്ചു ഒറ്റയടിക്ക് ഇൻഫോർമേഷൻസ് കൊടുക്കാതിരിക്കുക, ബോറായിട്ടിരിക്കുമ്പോൾ തീരാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ്. then അതേമാതിരി തന്നെ അവർക്ക് മതിയായ ട്രെയിനിങ്ങും എക്സ്പീരിയൻസ് ഒക്കെ ലഭ്യമായിട്ടുള്ള പേഴ്സൺസിന്റെ അഭാവമായിരിക്കാം ഇൻഡക്ഷൻ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നെങ്കിൽ അതിനനുസരിച്ചുള്ള റിസൾട്ട് ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. then risk of failure and counter effects നമുക്കറിയാം അല്ലെ. അവിടെ റിസ്കുകളുണ്ട് അല്ലെ, ഒരുപാട് ഫെയിലുകൾ വരുത്താണ്ട റിസ്കുകളുണ്ട് അട്രീഷൻ കാരണം. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും അട്രീഷൻ റേറ്റ് അല്ലെ, ഒരുപാട് കാര്യങ്ങളൊക്കെ ഒന്നിച്ചൊക്കെ പകർന്നു കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് ആ ഒരു കമ്പനിയിൽ നിന്ന് കിട്ടുമ്പോൾ നിരക്ക് കൂടുതലായിരിക്കും ഉണ്ടാവുക. നെഗറ്റീവ് ആയിട്ടുള്ള ഫലമായിരിക്കും നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. ലാക്ക് ഓഫ് ഡൈവേഴ്സിറ്റി ഇൻ ഓറിയന്റേഷൻ ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഫാക്ടർ അവിടെ ഫോളോ ചെയ്തു പോകാനായിട്ട് സാധിക്കുകയില്ല. കാരണം അല്ലെ ഡൈവേഴ്സിറ്റി ഓഫ് പീപ്പിൾ ആണ് അല്ലെ. അവിടെ വരുന്ന എംപ്ലോയീസ് അവര് വൈവിധ്യമാർന്ന നേച്ചറിന് ഉടമകളായതുകൊണ്ട് തന്നെ അവർക്ക് എല്ലാവർക്കും അനുയോജ്യമായിട്ടുള്ള രീതി നമ്മൾ ഫോളോ ചെയ്യേണ്ടതായിട്ട് വരും. സോ അത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. then absence of evaluation ആയിട്ട് ഫോളോ അപ്പ്, അതായത് നല്ലൊരു ഇവാലുവേഷനും ഫോളോ അപ്പ് നടത്താതെയാണ് ഓറിയന്റേഷൻ ഇങ്ങനെ പരമ്പരാഗതമായിട്ട് എന്താണ് ശൈലി ആ രീതി അനുസരിച്ചിട്ട് തന്നെയാണ് ഫോളോ ചെയ്യണമെങ്കിൽ അതുകൊണ്ട് ഗുണമുണ്ടാവാനായിട്ടുള്ള സാധ്യത കുറവാണ്. ടെസ്റ്റ് വായിച്ചു നോക്കുക. ഓക്കെ, നമ്മുടെ ചാപ്റ്റേഴ്സ് ഒക്കെ എല്ലാവരെയും എടുത്തു കഴിഞ്ഞു അല്ലെ. എന്തെങ്കിലും എടുത്തു തരാത്തതുണ്ടോ? ഇല്ലല്ലോ. പഠിച്ചു തുടങ്ങിയോ? ഉച്ചക്ക് തുടങ്ങിയിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകൾ ഉണ്ടോ? വായിച്ചു തുടങ്ങി ഇപ്പൊ എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടോ? പ്രത്യേകിച്ച് ഡൗട്ടുകളൊന്നുമില്ല. ഓക്കെ, ഞാൻ കമ്പ്യൂട്ടർ ആക്കിയിട്ടുണ്ട്. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? നമ്മുടെ ചാപ്റ്റർ അല്ലെ കുറച്ചെടുത്തു. ഫസ്റ്റ് ചാപ്റ്റർ, ഫിഫ്ത് ചാപ്റ്റർ, സെക്കൻഡ് ചാപ്റ്ററിന്റെ കുറച്ച് ഭാഗവും എടുത്തു അല്ലെ. ഫസ്റ്റ് ഇതിന്റെ ടേമിൽ എക്സാമിനേഷൻ നമ്മൾ ഫസ്റ്റ് അറ്റൻഡ് ചെയ്തതാണ്. ഓക്കെ, ഇനി നമുക്ക് എന്താണ് പ്രിപ്പറേഷൻ തുടങ്ങി കാണുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. എല്ലാവരുടെയും ചാപ്റ്റേഴ്സ് ഒക്കെ അത്യാവശ്യം വായിക്കാനൊക്കെ ഉണ്ട് അല്ലെ. സെക്കൻഡ് ചാപ്റ്റർ, ഫിഫ്ത് ചാപ്റ്റർ, എനിക്ക് തോന്നുന്നു ഏറ്റവും ടഫായ ചാപ്റ്റർ ഫിഫ്ത് ചാപ്റ്റർ ആയിരിക്കും അല്ലേ. ആണോ? ഒന്നുമില്ല. ഏറ്റവും ടഫായ ചാപ്റ്റർ ഏതാ? വായിച്ചു നോക്കിയാലല്ലേ പറയാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. ചില ചാപ്റ്റർ ഒക്കെ സിമ്പിൾ ചാപ്റ്റർ ഒക്കെ ആണ്. ഇപ്പൊ തേർഡ് ചാപ്റ്റർ സിമ്പിൾ ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഫസ്റ്റ് ചാപ്റ്റർ അതിനേക്കാൾ ഇച്ചിരി ടഫാണ്. ഫസ്റ്റ് ചാപ്റ്റർ സിമ്പിൾ തന്നെയാണ്. കാരണം മൊത്തത്തിൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞപ്പോ ഫസ്റ്റ് ചാപ്റ്റർ എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സിമ്പിൾ ആണ് അല്ലെ.
ആദ്യം ആദ്യം തന്നെ ഫസ്റ്റ് ചാപ്റ്റർ എടുക്കുമ്പോൾ നമുക്ക് കുറെ കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് ബ്രീഫായിട്ട് പൊട്ടിച്ച് വെച്ചേക്കാണ്. സോ അത് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റില്ല. പക്ഷെ ഇപ്പോ അത്യാവശ്യം സെലക്ഷൻ, റിക്രൂട്ട്മെന്റ്, മാനേജ്മെന്റ്, എംപ്ലോയ് ബെനിഫിറ്റ്സ് ആൻഡ് റിലേഷൻസും അങ്ങനെല്ലാം അല്ലെ, അവിടെ റിവാൻസും എല്ലാം തന്നെ മനസ്സിലാക്കി കഴിയുമ്പോഴൊക്കെ അല്ലെ ഇച്ചിരി സിമ്പിൾ ആയിരിക്കും. പിന്നെ ഫോർത്ത് ചാപ്റ്റർ വളരെ സിമ്പിൾ ആണ് അല്ലെ. ഏറ്റവും ചെറിയ ചാപ്റ്റർ ഏതാ? ടാലന്റ് അല്ലേ. ആദ്യം എന്താ പറയാ, പോർഷൻസ് ഒക്കെ ഒന്ന് കവർ ചെയ്ത് വെക്കുക, ചെറിയ കിട്ടാവുന്നതൊക്കെ കവർ ചെയ്ത് വെക്കുക. സെക്കൻഡ് ചാപ്റ്റർ കാര്യം ലെങ്തി ചാപ്റ്റർ ആണെങ്കിൽ നമ്മൾ ഡെയിലി അഭിമുഖീകരിക്കുന്ന കുറെ കാര്യങ്ങളൊക്കെയാണ് അല്ലെ. റിക്രൂട്ട്മെന്റും സെലക്ഷനും ഇന്റർവ്യൂവും അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെയാണ് അതിലുള്ളത്. സോ അതൊക്കെ കുറച്ചും കൂടി എന്താ പറയണ, എന്താ മൂഡ് അല്ലെ, ഭയങ്കര കാമാൻവായിട്ടുള്ള അന്തരീക്ഷത്തിലല്ലാതെ നമുക്ക് വായിച്ചൊക്കെ മനസ്സിലാക്കി എടുക്കാവുന്നതാണ്. പക്ഷെ ഇച്ചിരി ഇതാണ് മാനേജിങ് എന്താണ് എംപ്ലോയ് ബെനിഫിറ്റ്സ് ആൻഡ് റിലേഷൻസിന്റെ ചാപ്റ്റർ. കുറച്ച് കൂടുതൽ ഇങ്ങനെ പ്രോബ്ലംസും എന്താ പറയുക ഇമ്പോർട്ടൻസും ഒബ്ജക്റ്റീവ്സും അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ എന്നാൽ അത് വായിച്ച് കുറച്ച് പോവാനുണ്ട്. ഞാൻ എപ്പോഴും പറയുന്ന മാതിരി തന്നെ ഓരോന്നും അല്ലെ, അത്യാവശ്യം ജസ്റ്റ് ഒന്ന് ആ ഹെഡിങ് വെച്ചിട്ട് നിങ്ങൾ മൈൻഡിലേക്ക് എന്താണ് മീൻ ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കി വെക്കാം. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസ് വരും അറ്റൻഡ് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. ഡീപ്പായിട്ട് ബൈ ഹാർട്ട് പഠിക്കാൻ വെക്കാതെ കുറച്ച് മനസ്സിലാക്കി വെക്കുക. അപ്പോ ഓപ്ഷൻ എന്തായാലും ഓരോ ഓപ്ഷൻസ് അല്ലെ, 4 ഓപ്ഷൻസ് വരും, അതിൽ നിന്ന് നമുക്ക് ചൂസ് ചെയ്യാനേ ഉള്ളൂ. സോ അതുകൊണ്ട് തന്നെ മനസ്സിലാക്കി ഗ്രഹിച്ച് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് എളുപ്പമാണ് ബൈ ഹാർട്ട് പഠിക്കാൻ. അപ്പൊ ആ രീതിയിൽ തന്നെ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. പ്രത്യേകിച്ച് നോട്ട് ചെയ്യാൻ പറയുന്ന ഭാഗങ്ങളൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് പോവുക. നമുക്ക് ടെസ്റ്റിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് പോവുക. പിന്നെ എന്താണ് പ്രധാനമായിട്ടും ഡേറ്റുകള്, അബ്രിവേഷനുകള്, അതേമാതിരി തന്നെ ഡെഫിനിഷനുകളൊക്കെ ബൈഹാർട്ട് പഠിക്കാതെ അദ്ദേഹത്തിന് അവരുടെ പേരുകളൊക്കെ റിമെമ്പർ ചെയ്യാം. അതൊക്കെ ഓർത്ത് വെച്ചേക്കാം. തീർച്ചയായിട്ടും 4 ഓപ്ഷൻ ഉള്ളത് കൊണ്ട് ഒരു ഓപ്ഷൻ നമുക്ക് എളുപ്പത്തിൽ ചൂസ് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. ഓക്കെ, പിന്നെ എന്തായാലും ഇതൊക്കെ കഴിയുന്നതോടൊപ്പം തന്നെ എന്തെങ്കിലും ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യുക. എപ്പോഴും നമ്മള് ഏതൊരു സ്ഥലത്താണെങ്കിലും അവിടെ ചെല്ലുമ്പോൾ അല്ലെ സ്റ്റാർട്ടിങ് മുതൽ ഈ പറഞ്ഞ മാതിരി ഓറിയന്റേഷൻ ടൈമിലൊക്കെ ജസ്റ്റ് ഒരു ഇതുണ്ടാവുള്ളൂ. കുറച്ച് കഴിയുമ്പോൾ നമ്മളത് കണ്ടിന്യൂ ആയിട്ട് അക്സെപ്റ്റ് ചെയ്ത് പോകും. സ്റ്റാർട്ടിങ് മാത്രം ഒരു ട്രബിൾ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇറങ്ങാതെ ഇരിക്കരുത്. ഏത് തൊഴിലാണെങ്കിലും ഇറങ്ങിയിരിക്കുക. അപ്പൊ നിലവിൽ തൊഴിൽ ചെയ്യുന്നവരാണെങ്കിലും കൂടുതൽ അഡീഷണൽ വർക്കുകളൊക്കെ കോൺഫിഡൻസോട് കൂടിയിട്ട് ഏറ്റെടുത്ത് ചെയ്യാനായിട്ട് ശ്രമിക്കാം. എന്തായാലും റിസ്കുകൾ കുറച്ചൊക്കെ എടുത്താലാണ് അതിന്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. സോ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു രീതിയിലേക്ക് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുക. അപ്പൊ അത് നല്ലതായിട്ട് തന്നെ നിങ്ങൾ ഹാർഡ് വർക്കോടുകൂടി ചെയ്തിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാനൊക്കെ ശ്രമിക്കാം. എന്തെങ്കിലും ഡൗട്ടുകൾ ചോദിക്കാനുണ്ടോ? ഞാൻ റിവിഷൻ ആയിട്ട് ഒരു ക്ലാസ്സും അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റിയില്ല. കാരണം തീർച്ചയായിട്ടും എല്ലാവരുടെയും ക്ലാസ്സുകൾ അവസാനിച്ചു. നമ്മുടെ ക്ലാസ്സുകൾ അതോടുകൂടി അവസാനിക്കുകയാണ്. 5th ചാപ്റ്ററോട് കൂടിയിട്ട് പോർഷൻസ് കവർ ചെയ്തെങ്കിലും പക്ഷെ കുറച്ച് നമുക്ക് റിവിഷൻ നടത്തായിരുന്നു. പക്ഷെ 2nd ചാപ്റ്ററിന്റെ കുറച്ച് പോർഷൻസും കൂടി നമ്മൾ കവർ ചെയ്യേണ്ടി വന്ന കാരണം ഒത്തിരി സമയം ലാഗായി പോയി. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? പ്രത്യേകിച്ചൊന്നും ചോദിക്കാനില്ല. ചില ടൈമിലൊക്കെ ഇത്തിരി ഫാസ്റ്റ് ആയിട്ടൊക്കെ പോയിട്ടുണ്ട്, എന്നാൽ ചില ടൈമിൽ ഇത്തിരി സ്ലോ ആയിട്ടൊക്കെ ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്തിട്ട് തന്നെയാണ് പോയിക്കണേ. നിങ്ങൾ വായിക്കാനായിട്ട് ഇത്തിരി സമയമൊക്കെ തന്നിട്ടുണ്ട്. ചോദിച്ച് പോയിട്ടുണ്ടെന്ന് തോന്നണില്ല. എല്ലാവരും ഇനി വായിക്കുമ്പോഴായിരിക്കും കുറെ ഡൗട്ടുകളൊക്കെ ഉണ്ടാവാം. പക്ഷെ ഒന്ന് ജസ്റ്റ് മനസ്സിരുത്തി വായിച്ചാൽ മതി. അക്കാര്യത്തിനും എന്താ ബൈഹാർട്ട് പഠിക്കാതെ തന്നെ ബ്രീഫായിട്ട് മനസ്സിൽ ഉൾക്കൊള്ളിച്ചിട്ട് പോവാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് തന്നെ എക്സാം അറ്റൻഡ് ചെയ്യാം. Okay, thank you all.